ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നത്. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മുടെ റമദാൻ ഡീപ്പ് ക്ലീനിങ് 3rd ഡേ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു വയ്ക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടണോടൊന്ന് എല്ലാവരും പ്രസ് ചെയ്തേക്കണം കേട്ടോ. ലൈക്കിൻ്റെ കാര്യം മറക്കല്ലേ. ഞാൻ പറയുന്ന വീഡിയോയിൽ മാത്രം നല്ല ലൈക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മതിയാവും. പറയാത്തതിൽ നിങ്ങൾ മറന്നു പോകുന്നതായിരിക്കും. അപ്പം മറക്കാതെ ലൈക്ക് ബട്ടൺ അങ്ങ് പ്രസ് ചെയ്തോ കേട്ടോ ഇപ്പം തന്നെ. അപ്പോൾ ഇന്ന് ചെടികളൊക്കെ നനക്കാൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നല്ല പൂക്കളൊക്കെ ആയിരിക്കും നിൽക്കുന്ന സമയത്തില്ലേ, നനക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കയറാനേ തോന്നൂല കേട്ടോ. കാര്യം മുറ്റത്ത് ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും. നമ്മൾ പൂക്കളൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഇടയിലൊക്കെ നിന്നിട്ട് ഓരോന്ന് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ സമയം നമുക്ക് ഇവിടെ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും കേട്ടോ. ഈ ഒരു വെയിൽ മഞ്ഞ് ഒക്കെ ഉള്ള ഈ ഒരു സമയത്തില്ലേ, മുറ്റത്ത് ഇങ്ങനെ പൂക്കളുള്ള ചെടികൾ നടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ കെയർ ചെയ്യാനൊക്കെ. അപ്പോൾ ചെടി നനക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിന്നൊരു ചിക്കൻ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. ഈ ഒരു റെസിപ്പി കുറച്ച് മുന്നേ എന്നോട് കമൻറ്റിൽ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് വിട്ടേ പോയി. ചെയ്യണം എന്ന് വിചാരിച്ചു, പക്ഷേ ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓർമ്മ വന്നപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്, അത് നമ്മൾ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഇന്ന് തന്നെ ഇത് ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ അതിലേക്കുള്ള മസാലകളും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഒരുക്കട്ടെ. അപ്പോഴത്തേക്കും ഞാൻ പകൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ ക്ലീനിങ് രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് മെനക്കെടേണ്ടി വന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ടായിരുന്നു രാത്രിയിൽ. അതുപോലെ തന്നെ ഞാൻ ചപ്പാത്തി കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടോ. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അതിന് വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ നിൽക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതങ്ങനെ. പിന്നെ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടും എനിക്ക് തട്ടിക്കൂട്ട് സാധനങ്ങളൊക്കെ 1-2 കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും വാവയും മാത്രമേ ഉള്ളൂ, റഫീഖല്ലല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒപ്പിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ക്ലീനിങ്ങിന് ഇറങ്ങുമ്പോൾ പിന്നെ എന്താ പറയുക, എല്ലാവരും അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലോ, കുറച്ചെങ്കിലും ആവശ്യമാക്കൂലല്ലോ, അതിനുള്ള സമയം നമുക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വൈകുന്നേരത്തെ ഫുഡ് എന്തെങ്കിലും റെസിപ്പി എന്തെങ്കിലും ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ദിവസമാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റുമ്പോഴേക്കും അധികം നിൽക്കേണ്ടി വന്നില്ല. അതുപോലെ തന്നെ ലഞ്ചിലും എനിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം അന്നത്തെ ദിവസം നേരത്തെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇനി ചെയ്യാനുള്ളത് താഴത്തെ ഫ്ലോറ് മൊത്തം തട്ടി തുടക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ മൊത്തം ഞാനൊന്ന് താഴെ 2 ബെഡ്റൂം അത് കംപ്ലീറ്റ് തട്ടി. പിന്നെ ലിവിങ്, സിറ്റ് ഔട്ട്, നമ്മളെ ഡൈനിങ് ഹാള്, ഫുഡ് കഴിക്കുന്ന ആ ഒരു ടേബിളൊക്കെ ഇട്ട ഒരു ഏരിയ അല്ലേ, അത് വരെയാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അതിൽ നമുക്ക് എന്തെങ്കിലും ഇനിയിപ്പോൾ മതിയെന്ന് തോന്നുകയാണെങ്കിൽ നിർത്തുകയും ചെയ്യും കേട്ടോ. അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ ഇപ്പോൾ ബെഡ്റൂമാണ് ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബെഡ്റൂം ഒന്നുമില്ല, നമുക്കത് 2 ജനൽ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുക. കട്ടിൽ അങ്ങനത്തെ പൊടിയുള്ള ഭാഗമൊക്കെ പൊടിയില്ലെന്നല്ല, എല്ലാ ഭാഗവും ഒന്ന് നനച്ച് തുടച്ചെടുക്കുക. ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഷാമ്പു ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. എൻ്റെ കയ്യിലൊരു ഷാമ്പു ഏതാണെന്നൊന്നുമില്ല, ഷാമ്പു ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. കാരണം സോപ്പ് പൊടി നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. സോപ്പ് പൊടിയിൽ നമ്മളിങ്ങനെ കളിക്കുന്ന സമയത്തേ കൈ അതിലിട്ടിട്ട് വീണ്ടും ക്ലോത്ത് മുക്കി നമ്മൾ പിഴിഞ്ഞ് തുടച്ച് എടുക്കുമ്പോൾ പിന്നെ എപ്പോഴും നമ്മൾ ആ സോപ്പ് പൊടി നമ്മളെ കയ്യിലുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആവട്ടോ. നമ്മൾ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്രൈ ഫീൽ പോകില്ല. എന്തോ കൈയൊക്കെ ഇങ്ങനെ മുരുമുരാതിരിക്കുമല്ലേ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥയും. പക്ഷേ ഷാമ്പു ഇട്ടിട്ട് ഇതാക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീലേ ഇല്ല കേട്ടോ. അങ്ങനെ പണിയെടുത്ത് കഴിഞ്ഞൊരു കൈയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, അങ്ങനെ ഒരു ഹാർഡായിട്ട് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ അതെടുത്തോ കേട്ടോ. പിന്നെ എത്ര സ്ട്രെയിൻ ആയാലും എത്ര മോശമുള്ളതായാലും അഴുക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് കൂടുതലാക്കിയാൽ മതി. ആക്കുന്നതിൻ്റെ അളവ്, ഷാമ്പൂവിൻ്റെ അളവ് കുറച്ചൊന്ന് കൂട്ടിയിട്ടെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടുന്നുണ്ടേ. പിന്നെ നമുക്ക് ക്ലീനിങ് മാത്രം കഴിഞ്ഞാൽ പോരല്ലോ, നമ്മളെ കൈയും എല്ലാം നോക്കണ്ടേ. അതുപോലെ തന്നെ മാസ്ക് കൂട്ടാം. കഴിഞ്ഞ നമ്മളെ വീഡിയോയിൽ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊടിയില്ലേ, കഴിഞ്ഞല്ല നമ്മൾ അലമാര നന്നാക്കിയില്ലേ, ആ സമയത്ത് കേട്ടോ പൊടി ഉണ്ടല്ലോ, പൊടി ഉള്ളത് കൊണ്ട് മാസ്ക് ഇട്ടിട്ട് ചെയ്താൽ പോരെ. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അലമാരിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള പൊടിയൊന്നുമില്ല. ഇങ്ങനത്തത് ചെയ്യുമ്പോഴാണ് നല്ല പൊടി ഉണ്ടാവുക കേട്ടോ. എത്ര നമ്മൾ ക്ലീൻ ആക്കിക്കൊണ്ട് കിടക്കുന്ന വീടായാലും പൊടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് ഞാൻ മാസ്ക് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഊരിയിട്ട് നമ്മൾ
ക്ലീനിങ് കംപ്ലീറ്റ് കഴിയുന്നവരെ ഞാൻ ഊരില്ല കേട്ടോ. അപ്പോൾ ഊരുന്ന സമയത്ത് വരെ നമുക്ക് ആ ഒരു നമ്മളെ പൊടിയിലാണ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ഫീലില്ല കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് ചെറിയൊരു കോൾഡ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ചുമയും കാര്യങ്ങളൊക്കെ തുമ്മലൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് വന്നിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഒരു ബുദ്ധിമുട്ടില്ലാതെ എനിക്ക് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. മാസ്ക് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ഷോള് വെച്ചിട്ട് കവർ ചെയ്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ വീട്ടിൽ ചെയ്യുന്ന സമയത്ത്. ഇപ്പം ഞാനിപ്പോൾ നമുക്ക് ഷോൾ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല, അപ്പോൾ മാസ്കും ഷോള് നമ്മളിങ്ങനെ സൈഡിലേക്ക് ഇടുകയും ചെയ്യുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാസ്ക് യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ ആ റൂമിലത്തെ എല്ലാ ഐറ്റം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അലമാര നമ്മൾ അന്ന് ചെയ്തതാണ്, പക്ഷെ നമ്മളിവിടെ തട്ടിലൊക്കെ നടക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊടിയൊക്കെ എന്തായാലും ആകാണ്ടിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് വെറുതെ ഒന്ന് മുകൾ ഭാഗം മാത്രം ഒന്ന് വൈപ്പ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ റൂം കഴിഞ്ഞു. അതിനുശേഷം ഇതാ വാവൻ്റെ റൂമാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ അതേ സംഭവങ്ങളാണ് ഇവിടെയുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഇവിടെ എനിക്ക് എക്സ്ട്രാ വന്നത് ഈ ഒരു ഫാനാണ് കേട്ടോ. ഫാന് ഇത് റഫീഖ രാവിലെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് ഇതാ തുടച്ച് റെഡിയാക്കിയിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇതാ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നല്ല വൈറ്റ് കളറൊക്കെ ആയിട്ട് നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ സംഭവങ്ങളും അതുപോലെ തന്നെ സ്വിച്ച് ബോർഡ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് ഓരോ ഭാഗം ഓരോ റൂമും ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളത്തെ ഐറ്റംസൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് പോകണം കേട്ടോ. പെൻഡിങ് ഇട്ട് കഴിഞ്ഞാലും അത് ഓർമ്മ വെച്ചിട്ട് പിന്നീട് ചെയ്ത് അങ്ങനെ പോയാൽ മതി. അപ്പോൾ നമ്മൾ 2 ബെഡ്റൂം കഴിഞ്ഞു. ഇനി ലിവിങ് ആണ്. ലിവിങ് ഏരിയയിൽ നമുക്ക് സെറ്റി ഒന്ന് വാക്വം ചെയ്യണം, അതുപോലെ തന്നെ മാറ്റ്, പിന്നെ അത് ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ ഒരു സെറ്റിൻ്റെ ആ ഒരു വുഡ് ഏരിയ, പിന്നെ അവിടുത്തെ ജനൽ, വാതിൽ, പിന്നെ ഈ പാർട്ടീഷൻ വരുന്നത്, അത്രയാണ് കേട്ടോ നമുക്കവിടെ ക്ലീൻ ചെയ്യാനുള്ളത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മളെ വീട്ടിലുള്ള ആളുകളെ കൂടെ കൂട്ടിയിട്ട് നമ്മൾ ക്ലീനിങ് ചെയ്യാട്ടോ, കുട്ടികളാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും ഒക്കെ. അപ്പോൾ നമുക്ക് അത്ര ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വരില്ല. എല്ലാം നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ള നിർബന്ധ ബുദ്ധി വേണ്ട കേട്ടോ. പിന്നെ എന്താ പറയുക, വയ്യാണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അവരെയും കൂടെ ഇൻവോൾവ് ആക്കിയിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരല്ല വീട്ടിൽ ആളുകൾ ഉണ്ടെങ്കിൽ. പിന്നെ വയ്യാത്തവർ, എന്തെങ്കിലും അസുഖമുള്ളവർ ഒക്കെ, കാലുവേദന അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാവരും ഒരുപോലെ ഇല്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവരൊക്കെ റിലാക്സ് ചെയ്തിട്ട് ചെയ്യുക. പിന്നെ നമ്മളിത് ചെയ്യണമെന്ന് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. നമ്മളെ വീട് വൃത്തിയാക്കി കൊണ്ടെടുക്കുക എന്നുള്ളത് നമ്മളൊരു സാറ്റിസ്ഫാക്ഷൻ അത്രയല്ലേ. അപ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഈ റമദാനിന് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നമ്മൾ സ്ഥിതിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനേ. അപ്പോൾ അത് വയ്യെങ്കിൽ തൊടുക വേണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. നമുക്ക് എപ്പോഴാണോ പറ്റുന്ന റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കുക, പറ്റുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ഓക്കെ ആകുന്ന സമയത്ത് നമുക്ക് ചെയ്യാം. അത് ഈ ഒരു സംഭവത്തിന് തന്നെ, അതായത് റമദാനിലേക്ക് തന്നെ ചെയ്യണം എന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ. നമ്മൾ ആരോഗ്യമാണ് മെയിൻ ഉള്ളത്. നമ്മൾ അങ്ങനെ തീർത്തിട്ട് പിന്നെ ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമ്മൾ പറ്റ ടയർഡായി റെസ്റ്റ് എടുക്കേണ്ട, ആ ഒരു സമയത്ത് റമദാനിലേക്ക് റെസ്റ്റ് എടുക്കേണ്ട ആ ഒരു അവസ്ഥ വരരുത്. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് വേണം നമ്മൾ വയ്യെങ്കിലൊക്കെ ക്ലീൻ ചെയ്യുന്നവരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഉമ്മമാരാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. വയ്യെങ്കിലും അവർ കാലുവേദന കൈവേദനയൊക്കെ ഉണ്ടെങ്കിലും അവർ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളെ ഇതും കൂടെ നോക്കിയിട്ട്, ആരോഗ്യസ്ഥിതിയും കൂടെ നോക്കിയിട്ട് പതുക്കെ ചെയ്യാം കേട്ടോ, കുറച്ച്. പിന്നെ മാറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ മഴ കഴിഞ്ഞതിന് ശേഷം എല്ലാ മാറ്റും ഓരോ ദിവസമായിട്ട് അങ്ങനെ അലക്കിയത്. ഭയങ്കര കട്ടിയുള്ള മാറ്റാട്ടോ. അതുകൊണ്ട് തന്നെ വെയിൽ തട്ടുന്ന ഏരിയയിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടണം പെട്ടെന്ന്. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ഓരോന്ന് അലക്കിയിട്ട് എടുക്കുക കേട്ടോ ചെയ്യാം. ഇനിയിപ്പോൾ ഭയങ്കര വൃത്തികേടൊന്നുമില്ല, എന്നാലും ഇനി ഓരോ ദിവസം ഓരോന്നോരോന്ന് ഇങ്ങനെ അലക്കി എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ക്ലീനിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മളത് ചെയ്തോളണമെന്നോ അങ്ങനത്തെ ഒരു നിർബന്ധമില്ല. നമുക്ക് പറ്റുന്നത് പോലെയൊക്കെ അങ്ങ് ക്ലീൻ ചെയ്തിട്ട് പോവാം. പിന്നെ പുറത്തെ ജനലും ഞാൻ പോയിട്ട് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എത്താത്ത കുറച്ച് ഭാഗമുണ്ട്, അതവിടെ വിട്ടിട്ടുണ്ട്. അതിന് റഫീഖാനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ നമ്മൾ റൂമെല്ലാം ചെയ്യുന്ന സമയത്ത് റൂമിലെ ജനൽ തുടക്കൂലേ, അതിൻ്റെ പുറം ഭാഗം ഉണ്ടാവില്ല. അപ്പോൾ ആ റൂം കഴിയുമ്പോൾ സ്റ്റൂൾ എടുത്തിട്ട് വെച്ചിട്ട് പോയിട്ട് അതിൻ്റെ പുറം ഭാഗം കൂടെ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് വരും കേട്ടോ. എത്താത്തത് അവിടെ വിട്ടിട്ടുമുണ്ട്. എല്ലാ റൂമിൻ്റെയും എനിക്ക് ഒരു ഹൈറ്റിൽ നിന്ന് അപ്പുറത്തേക്ക് എനിക്ക് എത്തൂല, കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട് നമ്മളത്. അപ്പോൾ അത് റഫീഖാക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമുക്ക് സൺഡേയിൽ രാവിലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് സൺഡേയിൽ നമുക്കല്ല, നിങ്ങൾ ചെയ്യും, ഞാനല്ല, എൻ്റെ ക്ലീനിങ് ഏകദേശം കഴിയാനായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
പക്ഷെ അങ്ങനെയൊന്നുമില്ല, റഫീഖാൻ്റെ കൂടെ നമ്മൾ നിന്നാൽ മതി, ആളായിട്ട് അവിടെ നിന്നാൽ മതി കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ നമ്മൾ കൂടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ഇപ്പം ചെടി എന്തെങ്കിലും ചെയ്തു തരികയാണെങ്കിൽ നമ്മുടെ കൂടെ ഇങ്ങനെ വേണം അവിടെ ആ ഒരു ഏരിയയിൽ. നമ്മളില്ലാണ്ട് നമ്മളെ പണിക്ക് പോയിട്ട് അവരെ പണിക്കാക്കരുത്. അത് ഏകദേശം എല്ലാ ആണുങ്ങളും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. കുറേ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ പണിയെടുക്കുമ്പോൾ നമ്മൾ വേണം, എന്നാൽ നമുക്ക് പണിയെടുക്കുമ്പോൾ അവർ നിന്നോളുന്നില്ലല്ലോ. നമ്മളെ പണികൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചെയ്തു പോകുമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ സെറ്റി ഒന്ന് വാക്വം ചെയ്തെടുത്തു. അതുപോലെ തന്നെ നമ്മളെ മാറ്റില്ല താഴെയിട്ടെ അതും ഒന്ന് വാക്വം ചെയ്തെടുത്തു കേട്ടോ. നല്ല പൊടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലതായിട്ട് ക്ലീനാക്കി. പിന്നെ നമ്മളെ കുഷ്യൻ കവർ ഒക്കെ ഒന്ന് ചേഞ്ച് ആക്കിയൊന്ന് അലക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അലക്കൽ ഇന്ന് ചെയ്യേയില്ല കേട്ടോ. അതൊക്കെ ഇനി നാളെ അതിനനുസരിച്ച് ഇങ്ങനെ എൻ്റെ ഒഴിവിനനുസരിച്ച് ഇങ്ങനെ ചെയ്തു പോവുകയാണ് ചെയ്യാം. അപ്പോൾ ഇതാ ഇന്നത്തെ ക്ലീനിങ് ഞാൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. ഡൈനിങ് ടേബിളിൻ്റെ ആ ഒരു ഏരിയ അല്ലേ, അവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത ദിവസം കിച്ചണിലേക്ക് കൂട്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ചെയ്തപ്പോൾ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടി തോന്നി. പിന്നെ ഒരുപാട് അങ്ങനെ പൊടിയുണ്ട്, എന്നാലും വല്ലാണ്ടില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ, നമ്മളെ ബെഡ്റൂമിലായാലും കിച്ചണിലായാലും അതുപോലെ തന്നെ ഹാളിലായാലും എവിടെയാണെങ്കിലും നമുക്ക് വേണ്ടാത്ത മീൻസ് അത്യാവശ്യം വേണ്ടാത്തൊരു സാധനം കൊണ്ടേ വെക്കരുത് കേട്ടോ. അതും ഇതും ഒക്കെ നിറച്ച് വെക്കുമ്പോഴാണ് നമുക്ക് ക്ലീനിങ് ഒക്കെ ഇപ്പോഴൊന്നല്ല എപ്പോഴാണെങ്കിലും ക്ലീനിങ് നമുക്ക് ഭയങ്കര ഭാരമായിട്ട് മാറും. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ എല്ലായിടത്തും കൊണ്ടുവെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാത്തത് നമുക്ക് വെക്കണ്ട. കുറേ സാധനങ്ങൾ കൺജസ്റ്റഡ് ആയിട്ട് വെക്കുമ്പോഴാണ് ക്ലീനിങ് നമുക്ക് ഭയങ്കര ഭാരമായിട്ട് അതിലൊക്കെ പൊടി ഇതാക്കിയിട്ടും ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2 കിച്ചണാട്ടോ ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതാ ഇനിയിപ്പം ചിക്കനൊന്ന് മസാല പെരക്കി വെക്കണേ. ഇതിപ്പോൾ ഒരു 4 മണിക്കാണ് ഞാൻ ചിക്കൻ മസാല പെരക്കി വെക്കുന്നത്. അന്നത്തെ ദിവസം എനിക്ക് വൈകുന്നേരമായിട്ടോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം. അപ്പോൾ ഇതാ ഞാൻ 3 ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അളവാണ് ഞാൻ പറയുന്നത്. ഇത് കുറച്ചുണ്ടാവുക, അര കിലോയിലും കുറച്ച് കൂടുതലുണ്ടാവും. അതിലേക്കൊരു 3 ടീസ്പൂൺ തൈര്, കട്ട തൈരില്ല, പുളിയില്ലാത്ത തൈര് എടുക്കുക കേട്ടോ, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 ടീസ്പൂൺ വിനാഗിരിയോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിലൊന്നും പ്രത്യേകിച്ച് ഒരു കണക്കൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഏകദേശം ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3-3.5 ടീസ്പൂൺ നമ്മളെ ചിക്കൻ ഉള്ളതിനനുസരിച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ കോട്ടിങ്ങൊക്കെ ആകുന്ന രീതിയിലേക്ക് മസാല എല്ലാ ഭാഗത്തേക്കും ആക്കി പിടിപ്പിച്ചു കൊടുക്കാം. ഇത് ഈ റെസിപ്പി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അതായത് മസാലയൊക്കെ പുരക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം, അത് വിട്ടുപോകരുത്. ഇനിയിപ്പോൾ ഒട്ടും നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ 2 മണിക്കൂർ എന്തായാലും വെക്കണം കേട്ടോ. എന്നാലാണ് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുക. മസാലയൊക്കെ പിടിച്ചിട്ട് വലിയ പീസ് ചിക്കനല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലോട് കൂടിയുള്ള, നമുക്ക് മന്തിക്കൊക്കെ പീസ് എടുക്കൂലേ വലിയ പീസ്, എല്ലോട് കൂടിയില്ല, അതും വേണമെങ്കിൽ എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ബ്രസ്റ്റ് പീസ് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തലേ ദിവസം, അപ്പോൾ ഇന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ തലേ ദിവസം രാത്രിയിൽ വൈകുന്നേരം ആക്കി ഇതുപോലെ മസാല പെറുക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ ഭയങ്കര നല്ലതാണ് കേട്ടോ. ഒന്നുകൂടി ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇതാ ഒന്ന് റാപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റായിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ കുറച്ച് സമയം എന്തായാലും ഇത് വെക്കുക കേട്ടോ. എന്നാലേ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ, മസാലയൊക്കെ നല്ല സെറ്റായിട്ട്. ഇതിപ്പോൾ ഇതാ ഞാൻ രാത്രി ഒരു 8 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആണ് ഞാൻ ഫ്രൈ ചെയ്യുക. ഇന്ന് റഫീക്ക കുറച്ച് വൈകിയേ വരുള്ളൂ എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ രാത്രിയിലേക്ക് ആക്കിയിട്ട് ഉണ്ടാക്കിയത്. ഇനി ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തു. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ കേട്ടോ, വെളിച്ചെണ്ണ എടുക്കരുത്, ഓയിൽ തന്നെ എടുക്കുക. അത്രയും മതി കേട്ടോ, ഓയിൽ ഒരുപാട് വേണ്ട. നന്നായിട്ട് പാന് ചൂടായതിനു ശേഷം നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ചിക്കൻ മുകളിലായിട്ട് വെക്കരുത് കേട്ടോ. ഇതുപോലെ നമ്മളിങ്ങനെ ഇങ്ങനെ പാകത്തിന് ഫ്രൈ ആയി വരുന്ന പാകത്തിന് വെച്ച് കൊടുക്കണേ. ഇനി ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒരു ഭാഗം കുക്ക് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ തിരിച്ചിട്ടിട്ട് നമുക്ക് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കേട്ടോ, ലോ ഫ്ലെയിമിലാക്കരുത്, കുക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഓയിലോ കാര്യങ്ങളോ ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ.
അപ്പോൾ അങ്ങനെ കുക്കാക്കിയിട്ട് എടുക്കുക. ആ ഒരു സമയം അടച്ച് വെക്കരുത് കേട്ടോ. തുറന്നിട്ട് തന്നെ 2 മിനിറ്റ് ഒരു ഭാഗവും 2 മിനിറ്റ് തിരിച്ചിട്ടിട്ട് 2 മിനിറ്റ്, ഈ ഒരു 2 മിനിറ്റ് നമ്മൾ കുക്കാക്കി എടുക്കുമ്പോൾ ഇതുപോലെ വരും കേട്ടോ. ഈ ഒരു കളർ വരണം. ഇനി തിരിച്ചിട്ടിട്ടും 2 മിനിറ്റ് അതുപോലെ കുക്കാക്കി എടുക്കുക. അടച്ച് വെച്ച് കൊടുക്കരുത് കേട്ടോ. അടച്ച് വെച്ച് കൊടുക്കുന്ന ഒരു ടൈമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കുക. ആദ്യം തന്നെ ഇതിലേക്ക് നിങ്ങൾ ചെറിയ ചെറിയ പീസ് ചിക്കനേക്കാളും കാണാനും ഒക്കെ ലുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. പക്ഷേ ഭംഗി ഇതാണ് കേട്ടോ. കാരണം കുറച്ചൊരു വലിയ പീസ് ചിക്കനിൽ ചെയ്യുമ്പോഴാണ്. നമ്മളെ ചിക്കൻ റെസിപ്പീൻ്റെ പേര് ഇഫ ചിക്കനാണ് കേട്ടോ. ഇഫ ചിക്കൻ വൈറലായ റെസിപ്പിയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും ഉണ്ട് തന്നെയാണ് കേട്ടോ ഇത് വൈറലായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ 2 മിനിറ്റ് നമ്മൾ കുക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ചിക്കൻ അതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും പായി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് നമ്മൾ ചിക്കൻ കുക്കാക്കി എടുക്കാം കേട്ടോ. ആ ചിക്കൻ്റെ വലുപ്പം അനുസരിച്ചായിരിക്കും കേട്ടോ. വലിയ പീസൊക്കെ ആണെങ്കിൽ ഒരു ഭാഗം ഒരു 20 മിനിറ്റ്, ഒരു ഭാഗം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ കുക്കാക്കിയിട്ട് എടുക്കുക. ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടപ്പ് തുറന്നിട്ട് കരിഞ്ഞു പോകുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ ലോ ഫ്ലെയിമിൽ കുക്കായിട്ട് വരട്ടെ. ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം കേട്ടോ. തീ കൂട്ടി വെക്കരുത്. ഇനി നമുക്ക് ആ ചിക്കനിലേക്ക് ഒരു സോസ് ഉണ്ടാക്കിയിട്ട് എടുക്കണം. അതിനായിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് എഗ് വൈറ്റ് ഇല്ലേ, എഗ് വൈറ്റ് 2 എണ്ണം. നിങ്ങൾക്ക് എത്രയാണോ സോസ് വേണ്ടത് അതിനനുസരിച്ചാണ് കേട്ടോ എഗ്ഗൊക്കെ എടുക്കേണ്ടത്. 2 എഗ് വൈറ്റ്, യെല്ലോ വേണ്ട. ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 സ്ലൈസ്ഡ് ചീസ് അതിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ചീസ് നേരത്തെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന്. അതാണ് ഇങ്ങനെ ആയത്. പിന്നെ നമുക്ക് കുഴപ്പമില്ല, പേസ്റ്റാക്കി എടുക്കാനുള്ളതല്ലേ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ, ഏത് ഓയിലായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ. അത് ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് ഫ്രഷ് ക്രീം കേട്ടോ. ഇനി ഫ്രഷ് ക്രീം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ മാത്രം പാലെടുത്തോ, കുറച്ചൊരളവിൽ പാലെടുത്താൽ മതി. പിന്നെ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതാണ് നല്ല ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഫ്രഷ് ക്രീം കുറച്ച്, ഇതിനൊന്നും ഒരു പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നമുക്ക് എത്രയാണോ സോസ് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചാണ് അത് ചേർത്ത് കൊടുത്തു. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. നമ്മൾ ചീസിൽ ഉപ്പുണ്ടാവും, നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണക്കാക്കി ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര, ചെറിയൊരു എവിടെയോ ഒരു മധുരം നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ അടിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാ നമ്മൾ നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം ലൂസാണെങ്കിൽ, നിങ്ങളുടെ സോസ് ലൂസാണെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് സമയം അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അത് ടൈറ്റായിട്ട് വന്നോളും. എൻ്റെത് ഇവിടെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇഫ ചിക്കൻ്റെ കൂടെ നമ്മൾ കഴിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയത് ചപ്പാത്തിയാണ് കേട്ടോ. ചപ്പാത്തി, പൊറോട്ട, നാൻ, ഇങ്ങനത്തെ എന്തിൻ്റെ കൂടെയും കോമ്പിനേഷനായിട്ട് പോകും കേട്ടോ. ഞാൻ റൈസിലേക്ക് ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല, എങ്ങനെയുണ്ടെന്ന് അറിയില്ല കേട്ടോ. പക്ഷേ ചപ്പാത്തിക്കൊക്കെ കിടു കോമ്പിനേഷൻ, നമ്മൾ ടർക്കിഷ് ചിക്കനില്ലേ അതുപോലെയൊക്കെ നല്ല കോമ്പിനേഷനായിട്ട് വരുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചിലപ്പം ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടാവും. എന്നാലും എൻ്റെ ഒരു വേർഷൻ ഞാൻ ചെയ്യണ്ടേ, അപ്പോൾ അത് ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. നമ്മൾ മെയിനായിട്ടുള്ള ക്ലീനിങ് 3 ദിവസം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണ്ടേ. അപ്പോൾ ഒരു ചെറിയൊരു ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട്, ഒരു സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എന്താ വിശേഷം എന്ന്. അപ്പോൾ ഇതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ആ ഒരു സ്ട്രെസ്സൊക്കെ ഒന്ന് റിലീഫാവും, ഒരു ചെറിയൊരു സന്തോഷം കിട്ടും, അത്ര തന്നെ. ഇനിയിപ്പോൾ നമുക്കുള്ളത് 2 കിച്ചണാണ് കേട്ടോ. ഒന്ന് വർക്ക് ഏരിയയും ഒന്ന് ഈ കിച്ചണും. അപ്പോൾ ഇതും കൂടെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാലേ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ കുറേ പേരൊക്കെ നമ്മൾ ക്ലീനിങ് നടക്കുന്നുണ്ട് പറഞ്ഞു, ചെയ്യുന്നുണ്ട് പറഞ്ഞു, ചിലർ തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നന്നായിട്ട് എന്നെക്കാളും ക്ലീനിങ് ഒക്കെ ചെയ്യുന്നവരായിരിക്കും നിങ്ങളും. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ, നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷനായിട്ടൊരു ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേഗം തീർക്കാൻ, ഒരു ഉഷാറോട് കൂടി ചെയ്യാനൊക്കെ പറ്റും. അത്രയേ ഉള്ളൂ കേട്ടോ. അത്രയേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ആ ഒരു നമ്മൾ ചപ്പാത്തിയൊക്കെ റെഡിയാക്കി വെച്ചു. അതിനുശേഷം നമ്മൾ ചിക്കനൊക്കെ 2 ഭാഗം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സോസില്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സോസിൻ്റെ അളവ് നിങ്ങൾക്ക് എത്ര വേണം, ഗ്രേവി എത്ര വേണം അതിനനുസരിച്ചാണ്. ചിക്കൻ്റെ മുകളിലേക്ക് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലെയിം ഓൺ ആക്കണ്ട, ഫുൾ നമ്മൾ സോസ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സോസില്ലേ
എന്താ പറയുക, അത്രയും ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ് ഇത്. നമുക്ക് ഇപ്പോൾ മന്തീൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക, ഇതിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതാ ഞാൻ ആ ഒരു സോസ് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടത് ഒരു ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഒന്ന് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു സോസൊക്കെ അതിലേക്ക് അങ്ങ് കയറി ആ ഒരു മസാലയൊക്കെ ഒന്ന് ബ്ലെൻഡായി ചീസൊക്കെ ഒന്ന് മെൽറ്റായി ഒന്ന് സെറ്റായിട്ട് ഒന്നുകൂടെ ഒന്ന് സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടും. അപ്പോൾ അങ്ങനെയും കൂടെ ഒന്ന് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താ പറയുക, നമ്മളെ സന്തോഷം നമ്മൾ കണ്ടെത്തണം എന്ന് പറഞ്ഞത്, ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ നല്ലൊരു കാപ്പി ഇട്ട് കുടിച്ചാലും അടിപൊളി തന്നെയാണ് കേട്ടോ. അത്രയും മതി. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, വെറുതെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ട് വരട്ടെ. അത് പറഞ്ഞപ്പോഴാണ് പണ്ട് എൻ്റെ ഏട്ടത്തീൻ്റെ വീട്ടിലൊക്കെ അവർക്ക് ഈ നനച്ചുളിപ്പണി എന്നല്ലേ നമ്മളെ ഇതിന് പറയാം, ഈ നോമ്പിന് വൃത്തിയാക്കലിന് പറയാം. അപ്പോൾ അത് കഴിഞ്ഞാലില്ലേ അവർക്ക് വീട്ടിൽ അപ്പോൾ ഇളച്ചി മൂത്തച്ചുണ്ടേ, അനിയൻ്റെയും ഏട്ടൻ്റെയും ഭാര്യമാർ ഇവർ. അപ്പോൾ പണി കഴിഞ്ഞാൽ ഇവർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കും. ഡ്രസ്സ് എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ നൈറ്റിയാണ് കേട്ടോ, കാരണം വീട്ടിലിട്ടുന്ന ഡ്രസ്സല്ലേ എടുത്ത് കൊടുക്കുക. അപ്പോൾ അത് ഓർമ്മ വന്നിട്ടോ എനിക്കിത് പറഞ്ഞപ്പം. ശരിക്കും വേണ്ടതാണ് കേട്ടോ അതൊക്കെ. കാര്യം എന്ന് വെച്ചാൽ അത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ട് അത്രയും നമ്മൾ കുറച്ച് ദിവസം അടുപ്പിച്ച് ക്ലീനിങ്ങും, സാധാ ഒരു ക്ലീനിങ് അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. വീട് മൊത്തം നമ്മൾ നല്ല ക്ലീൻ ആൻഡ് ഫ്രഷ് ആക്കിയിട്ട് വെക്കും, നല്ല കുട്ടപ്പനാക്കിയിട്ട് വെക്കുന്നില്ലേ. അപ്പോൾ ഒരു നൈറ്റിയൊക്കെ ആവാമല്ലേ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് തന്നെ പോയിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ റഫീഖാനോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ റഫീഖ് പറഞ്ഞൊരു സാരി ആയാലോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത്രയൊന്നും വേണ്ട, അപ്പോൾ എന്താണോ നമ്മൾ വീട്ടിലിടുന്നത്, ഇപ്പോൾ നൈറ്റി ആണെങ്കിൽ നൈറ്റി, വീട്ടിലിടുന്ന ചുരിദാറാണെങ്കിൽ ചുരിദാർ, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എന്താണെന്നറിയില്ല. അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ സംസാരത്തിനിടയ്ക്ക് നമ്മളെ ഇഫ ചിക്കൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് വെറുതെ അല്ല കേട്ടോ, വൈറലായത് കിടിലൻ ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. വൈകുന്നേരം നമ്മൾ ചപ്പാത്തി അങ്ങനെയൊക്കെ എന്താണെങ്കിലും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കോമ്പിനേഷനായിട്ട് പോകും കേട്ടോ. ചപ്പാത്തി കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ അന്നത്തെ ദിവസം ഈ ഒരു ഇഫ ചിക്കനും കൂടെ ഉണ്ടാക്കിയിരുന്നു കഴിച്ച് നോക്കുക കേട്ടോ. പൊളി ടേസ്റ്റാണ് കേട്ടോ, നമുക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ റഫീഖ വന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ വാവ കഴിച്ചു കേട്ടോ, വാവ കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളും കൂടെ കഴിക്കട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇത്ര വലിയ പീസ് ആക്കണമെങ്കിൽ ആക്കണ്ട കേട്ടോ, കുഴപ്പമില്ല. ഇങ്ങനെ ഇതിൻ്റെ ഒരു പകുതി വലുപ്പം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെയും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ കുഞ്ഞ് പീസായി കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഹാർഡായി പോകണ്ട, അത് ശ്രദ്ധിക്കുക. ഒന്നും അത്രയും സമയം വെക്കണ്ട, പെട്ടെന്ന് തന്നെ. അപ്പോൾ കുക്കായിട്ട് കിട്ടുമല്ലോ, അടച്ചു വെച്ചിട്ടൊക്കെ അല്ലേ നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്തൊക്കെ കിട്ടും കേട്ടോ, അത് ശ്രദ്ധിക്കുക. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് അങ്ങനെ കരിഞ്ഞു പോകാതെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത് റഫീഖയ്ക്ക് വിളമ്പി കൊടുത്തതിന് ശേഷം റഫീഖ കട്ടൻ ചായ കിട്ടുമെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടാണ്. അപ്പോഴത്തേക്ക് റഫീഖ ഒരു പീസ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ തുടർന്നു. അപ്പോൾ അതിന് ശേഷം റഫീഖ അതാ വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ വീടെല്ലാം അടിപൊളിയാക്കിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി കുട്ടപ്പനാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇതിനൊന്നും സമയം കിട്ടൂല കേട്ടോ, എക്സസൈസ് ചെയ്യലും അതുപോലെ തന്നെ പോക്കും എല്ലാം കൂടെ ആകുമ്പോൾ തിരക്കാവൂലേ. അപ്പോൾ ഈ ഒരു സമയം നമ്മളൊന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമല്ലേ. അപ്പോൾ അങ്ങനെ ഞാനിവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ റഫീഖ അവിടെ വണ്ടി കഴുകാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ 3rd ഡേ റമദാൻ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത്, യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും എന്തായാലും മറന്നു പോകല്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ. ലൈക്കിൻ്റെ കാര്യം മറന്നു പോലെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.